കഴിഞ്ഞ 17-ാം തീയതി കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഓടുന്ന അമൽജിത്ത് എന്ന് പറയുന്ന ഡ്രൈവർ ഓടിക്കുന്ന ബസ് അപകടകരമായ നിലയിലേക്ക് ബസ് ഓടിക്കുകയും തലനാരിയേക്ക് ഒരു ഉമ്മയും മകനും രക്ഷപ്പെടുകയും ചെയ്ത സാഹചര്യം. അത് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്തിയപ്പോ നിങ്ങൾ ഇങ്ങനെ ബസ് ഓടിച്ചാൽ ആളുകൾ ഈ ബസ്സിനടിയിൽപ്പെട്ട് മരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന് വേണ്ടി ആ ബസ് ഡ്രൈവറെ സമീപിച്ച ഈ ഉമ്മയെയും മകനെയും ബസ് സ്റ്റാൻഡിലെ ആളുകളുടെ മധ്യത്തിൽ വെച്ച് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുന്ന സമീപനമാണ് അമൽജിത്ത് എന്ന് പറയുന്ന ഈ ബസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ബസ്സിനകത്ത് കയറി സംസാരിക്കുമ്പോ വൈകുന്നേരം തിരക്കുള്ള സമയത്ത് ഈ അങ്ങാടിയിലൂടെ അലക്ഷ്യമായി ആ ബസ്സെടുത്ത് ഓടിച്ചുപോയി കോടതിക്ക് മുമ്പിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ബസ് ഇടിച്ചു നിന്നു. അങ്ങനെയാ സംഘർഷം ഉണ്ടാകുന്നത്. അവരെ ആക്രമിക്കാൻ ശ്രമിച്ച ബസ് ഡ്രൈവറെ പ്രതിരോധിക്കുന്ന പണി മാത്രമേ അപ്പൊ നടന്നിട്ടുള്ളൂ. കൈകാര്യം ചെയ്യാനും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങള് നിന്നോട് മാന്യമായി സംസാരിക്കാനാണ് തീരുമാനിച്ചുള്ളൂ. അത് നിങ്ങൾ കള്ളക്കേസ് ചുമത്തി പോലീസിൽ കള്ളമായ വിവരം കൊടുത്ത് ആ നിലയിലേക്ക് കേസെടുപ്പിച്ചു. കൊയിലാണ്ടിയിലെ CI ശ്രീലാലേമാൻ അങ്ങ് തിരുവനന്തപുരത്തോട് വന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊയിലാണ്ടിയിൽ വന്ന് ഇപ്പോ എനിക്ക് ഒന്ന് നാട്ടിൽ പോയാൽ കൊള്ളാം, ഭാര്യ മക്കളെയൊക്കെ കണ്ടാൽ കൊള്ളാം, ദിവസവും വീട്ടിൽ വരുന്നൊരു അന്തരീക്ഷമുണ്ടായാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമൊക്കെ ഇപ്പൊ വന്നു. അത് ഏതോ ഒരു കുപ്പുത്തി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉപദേശിച്ചു കൊടുത്തത് നിങ്ങള് എന്നാ പിന്നെ ഡിവൈഎഫ്ഐക്കാരുടെ മെക്കെട്ട് കയറ്. ഡിവൈഎഫ്ഐക്കാരുടെ മെക്കെട്ട് കയറിയാൽ നിങ്ങൾ അവരെ അങ്ങ് തട്ടും. ഇവിടുന്ന് മാറ്റുമല്ലോ. ഇവിടുന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് നാട്ടിൽ പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റിയാൽ തിരുവനന്തപുരത്തിന് അടുത്തേക്ക് നിങ്ങൾക്ക് ട്രാക്ടർ കിട്ടും. ശ്രീലാലിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കൊയിലാണ്ടിക്ക് ഒരു ചരിത്രമുണ്ട്. കൊയിലാണ്ടിയുടെ ചരിത്രം ഞങ്ങളോട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഈ തെരുവിൽ പിടിച്ചു നിർത്തി മര്യാദ പഠിപ്പിച്ചതിനു ശേഷം തിരിച്ചു വീട്ടിൽ പറഞ്ഞയച്ച ചരിത്രമേ കൊയിലാണ്ടിക്കുള്ളൂ. ഈ ശ്രീലാലിനെ ഈ തെരുവിൽ നിർത്തി കൊയിലാണ്ടിയുടെ മര്യാദ അതെന്താണെന്ന് പഠിപ്പിക്കാൻ ഡിവൈഎഫ്ഐക്കാവും. ഒന്ന് അന്വേഷിച്ചാൽ മതി. അത്യാവശ്യം തലതെറിച്ച പോലീസുകാര് ഇന്നും ഉണ്ട് കൊയിലാണ്ടിയിൽ. 10-20 കൊല്ലമായി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പണിയെടുക്കുന്ന പോലീസുകാരോട് ചോദിക്ക്, എന്താണ് ഇവരോട് മുട്ടിയവർക്കുണ്ടായ അവസ്ഥ? ആ അവസ്ഥ ചോദിച്ചാൽ അവര് പറഞ്ഞു തരും ശ്രീലാലാണ്. ഈ കൊയിലാണ്ടിയിലെ ഡിവൈഎഫ്ഐയുടെ വെക്കെട്ട് കയറിയാൽ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരാൻ ഞങ്ങൾ വരില്ലേ? ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ഈ കേസിൽ പ്രതിയാണ്. നിങ്ങൾ ഹാജരാകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകാൻ നിങ്ങൾക്ക് എന്താ മടിയുണ്ടോ? ഇന്നലെ വരെ എഫ്ഐആറിൽ പേരില്ലാത്ത, ഇന്നലെ വരെ ഈ കേസിന്റെ ഭാഗമല്ലാത്ത ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയെ നിങ്ങൾ ഇന്നലെ രാത്രി എവിടുന്ന് കൊണ്ടുവന്ന ഒരാളുടെ പരാതി കൂടി കൂട്ടിച്ചേർത്ത് ഇന്നലെ രാത്രി അയാളുടെ വീട്ടിൽ കയറി വീട് പറഞ്ഞപ്പിടിച്ച് വീട്ടിനകത്ത് കയറി അറസ്റ്റ് ചെയ്യണം. എന്നിട്ടാ നിങ്ങൾ വീട്ടു വളഞ്ഞിട്ട് എന്താ സ്ഥിതി? വീടിന്റെ 4 ഭാഗത്ത് പോലീസ് നിർത്തുക. വാതിലിന് മുട്ടിയാൽ ഞങ്ങളെന്താ തുറക്കാതെ ഓട് പറിച്ചോടുന്നു കരുതിയ നിങ്ങൾ? വാതിൽ തുറന്ന് ഇരിക്കുന്നു പറഞ്ഞ് ഇരുത്തി ശക്തിമാരി വരാമെന്ന് പറഞ്ഞല്ലേ നിങ്ങളെ കൂടെ വന്നത്? ആ മര്യാദ ഞങ്ങളെ കാണിക്കുന്നത് അത് നിങ്ങളോടുള്ള വിനയം കൊണ്ടാണ് എന്ന് കരുതരുത്.